2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടിയ ബി.ജെ.പിക്ക് വോട്ട് ഷെയർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14% താഴ്ന്നുവെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുതിത്തള്ളാൻ കഴിയുന്ന പാർട്ടിയല്ല ബി.ജെ.പി. ഈ വീഡിയോയിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള വിജയസാധ്യത കൂടുതലുള്ള 5 നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലം തന്നെയാണ്. 2016 ഒ രാജഗോപാലിലൂടെ ബി.ജെ.പി വിജയം നേടിയ മണ്ഡലമാണ് നേമം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30,000-ന് മുകളിൽ ഭൂരിപക്ഷമാണ് നേമം ബി.ജെ.പിക്ക് നൽകിയത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 5,000-നടുത്തേക്ക് എത്തി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സംസ്ഥാന നേതാവും ഏഷ്യാനെറ്റ് ന്യൂസ് മുതലാളിയുമായ രാജീവ് ചന്ദ്രശേഖരായിരിക്കും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി. മണ്ഡലം നിലനിർത്താൻ CPM കളത്തിലിറക്കുക ശക്തനായ ശിവൻകുട്ടിയെ തന്നെയായിരിക്കും. UDFന് കാര്യമായൊന്നും ചെയ്യാനുള്ള ഇല്ലാത്ത മണ്ഡലത്തിൽ അവർ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് ബി.ജെ.പിക്ക് ഗുണകരമാവും. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയ പ്രദേശമാണ് വട്ടിയൂർക്കാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും ബി.ജെ.പിക്ക് വിജയസാധ്യത കൂടുതൽ മണ്ഡലമാണ് ഇത്. UDF 3-ാം സ്ഥാനത്തുള്ള മണ്ഡലത്തിൽ CPM യുവ നേതാവ് VK പ്രശാന്ത് തന്നെയായിരിക്കും LDF സ്ഥാനാർത്ഥി. ഈ ലിസ്റ്റിൽ വരുന്ന മൂന്നാമത്തെ മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 700 വോട്ടുകൾക്ക് മാത്രമാണ് ബി.ജെ.പിയുടെ പരാജയപ്പെട്ടത്. UDFിലെ മുസ്ലിം ലീഗിനെ ഉറച്ച കൂട്ടാണ് മഞ്ചേശ്വരമെങ്കിലും അട്ടിമറിക്ക് സാധ്യതയുള്ള മണ്ഡലമാണ്. LDFനും വ്യക്തമായ വോട്ട് ഷെയറുള്ള മണ്ഡലമാണ് ഇത്. 2006 തെരഞ്ഞെടുപ്പിൽ LDFനായിരുന്നു ഇവിടെ വിജയം. ലിസ്റ്റിലെ നാലാമത്തെ മണ്ഡലമാണ് പാലക്കാട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരനെ മുൻനിർത്തി ബി.ജെ.പി ശക്തമായ മത്സരമാണ് നടത്തിയത്. UDF 3000 വോട്ടിൻ്റെ വിജയമാണ് നേടിയത്. ഉപതെരഞ്ഞെടുപ്പിലൂടെ UDF ഭൂരിപക്ഷം 18,000 ആക്കിയെങ്കിലും ശ്രീധരനെ പോലെ ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി ഇറക്കിയാൽ ബി.ജെ.പിക്ക് സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിക്ക് ആശ്വാസകരമല്ല. പാലക്കാട് നിയമസഭാ പരിധിയിൽ ബി.ജെ.പിയെ പിന്തള്ളി LDF 2-ാം സ്ഥാനത്തേക്ക് വോട്ട് ഷെയറിലെത്തിയിട്ടുണ്ട്. 18,000 ആയിരുന്ന UDFിൻ്റെ ഭൂരിപക്ഷം 4,000 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു. ബി.ജെ.പിക്ക് സാധ്യതയുള്ള 5-ാമത്തെ മണ്ഡലമാണ് കാസർഗോഡ്. UDFിൻ്റെ ശക്തി കേന്ദ്രമാണെങ്കിലും LDF ക്രോസ് വോട്ടുകൾ കൊണ്ടാണ് പലപ്പോഴും UDF ഇവിടെ വിജയിക്കുന്നത്. LDF ശക്തനായ സ്ഥാനാർത്ഥി ഇറക്കിയാൽ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 13,000 വോട്ടിനാണ് UDF വിജയിച്ചതെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മികച്ച മുന്നേറ്റം ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട്.